ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൈകുന്നേരങ്ങളിലെല്ലാം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ ഇത് 5-10 മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് മെയിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങും ഒരു 3 പീസ് ബ്രെഡും കുറച്ച് ദോശമാവും ഒരു സവാള ചെറുതായി മുറിച്ചതും കുറച്ച് വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കേച്ചപ്പാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഒരു പാന് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ചെറുതായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഒരു സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചതച്ചെടുത്ത മുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു എരിവിനനുസരിച്ച് ഇത് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താലും മതി. അപ്പോൾ ഇനി ഇതിലേക്ക് 2 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെയുള്ള റെസിപ്പി കാണാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ സവാളയുടെയും സോസിൻ്റെയും മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫോർക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫോർക്കിൻ്റെ ബാക്ക് വശം ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക തന്നെ വേണം. അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ സവാള സോസ് മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 3 ബ്രെഡ് ഞാനിപ്പം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പം 3 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളിപ്പം വലിയ ഉരുളക്കിഴങ്ങാണ് എടുക്കുന്നതെങ്കിൽ ഇതിലേക്ക് 3 പീസ് ബ്രെഡ് മതിയാവും. അപ്പം ബ്രെഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടിച്ചത്. അപ്പോൾ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ബാക്കിയുള്ള ബ്രെഡ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത് എല്ലാ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ചെറിയ ചെറിയ ബോൾസായിട്ട് ഇത് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ബോൾസായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉരുട്ടിയെടുക്കുന്നത്. അപ്പം നിങ്ങൾക്കിപ്പം ചെറിയ ബോൾസാണ് ഇഷ്ടമെങ്കിൽ ഇത് ചെറിയ ബോൾസായിട്ട് ആക്കാവുന്നതാണ്. അപ്പം ഒരുവിധം എല്ലാം ഞാനിപ്പം ഇതുപോലെ തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിന് മുകളിൽ ചെറിയ കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1 കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദോശമാവ് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ പത്തിരിപ്പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത്, നൈസായിട്ടുള്ള. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാനിൽ ഞാൻ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ദോശമാവിൽ ഇതൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് ഓയിലിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഫ്ലെയിം വെച്ചിട്ടുള്ളത്. പെട്ടെന്ന് ഫ്ലെയിം കൂട്ടിയാൽ ഇതൊന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പ്രത്യേകം നോക്കണം. അപ്പം ഇതൊന്ന് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഒരു വശം നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം. അപ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഈ സ്നാക്കിൻ്റെ ഒരു ടേസ്റ്റ് നമ്മളിപ്പം പുറം ഭാഗം നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പ്രത്യേകിച്ച് സോസൊന്നും വേണ്ട ഈ ഒരു സ്നാക്ക് കഴിക്കാൻ. കുട്ടികളെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ സ്നാക്ക്. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പ്രത്യേകം നോക്കണം. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ സ്നാക്ക് ഇവിടെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ട് ഇത് ഓയിലിൽ നിന്ന് ഒന്ന് കോരി മാറ്റാം.
അപ്പം നമ്മളെ സ്നാക്ക് ഇവിടെ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള സ്നാക്കെല്ലാം ഞാനിപ്പോൾ ഓയിലിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള 4 മണി ചായയുടെ കൂടെ കഴിക്കാവുന്ന വളരെ രുചികരമായ ഈ ഒരു സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.